ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും വൺ ഡേ ട്രിപ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ കോട്ടയം എറണാകുളം ഭാഗത്തുള്ളവർക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പാനേലി പോരിലേക്കാണേ. ഞങ്ങൾ പോകുന്നത് വൈക്കത്തു നിന്നാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പെരുമ്പാവൂർ വഴിയാണ് പോകുന്നത്. ചെറിയ മഴയൊക്കെയുള്ള സമയത്ത് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം പെരുമ്പാവൂർ സിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രാമപ്രദേശമാണ്. അപ്പം നമ്മുടെ യാത്ര ഗ്രാമപ്രദേശത്തിലൂടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല നമ്മുടെ യാത്ര പോരിലേക്ക് അടുക്കും തോറും ഇല്ലേ ഒരു ഫോറസ്റ്റിന്റെ പ്രതീതിയൊക്കെ നമുക്ക് തോന്നി തുടങ്ങും. പിന്നെ ഈ പാണേലി പോര് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ. അത് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ അകലെയായിട്ടാണ് വരുന്നത്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ പെരിയാർ നദിയിലാണ് ഈ പോര് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോരിലെത്തിയിട്ട് ഇവിടെ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് വളരെ വിശാലമായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു എൻട്രൻസ് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫീസ് അടച്ചിട്ട് പോരിലേക്ക് യാത്ര ചെയ്യാം. നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ വലിയൊരു കവാടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ വൺ ഡേ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ വന്നതൊരു നഷ്ടമായി നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. അത്രയ്ക്ക് കിടിലാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ട്രക്കിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നദീതീര പാതയിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് നടത്തുവാണെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു ട്രീ ഹട്ട് ഉണ്ട് കേട്ടോ. ആ ട്രീ ഹട്ടിന്റെ മുകളിൽ കയറിയിട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം. പിന്നൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ ടൈമിൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ മൺസൂൺ ടൈമിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. കാരണം വെച്ചാൽ ഈ നദി കര കവിഞ്ഞൊഴുകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കാട്ടിലോട്ടൊന്നും പോകാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് ചിലപ്പം എൻട്രി ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൺസൂണിനൊക്കെ മുന്നേ ആയിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈവനിങ് 5 മണി വരെ സമയമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് പോരിലേക്ക് നടക്കാനുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു പാറക്കെട്ടുകളും കാട്ടുവള്ളികളും മരങ്ങളും ഒക്കെ ഇടതൂർന്ന് നിൽക്കുന്നതിനാൽ ഒരു കാട്ടിലൂടെയുള്ള ട്രക്കിങ്ങിൻ്റെ ഒരു പ്രതീതി ഉളവാക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ഈ ട്രെക്കിംഗ് ഉണ്ടല്ലോ കൂടുതലും മനോഹരമാക്കുന്നത് ഈ പാത നദിക്ക് സമാന്തരമായിട്ട് ഒഴുകുന്നത് കൊണ്ടാണേ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 400 മീറ്റർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നദി മുറിച്ച് കടന്നിട്ട് കാട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പിന്നെ ഈ നദിയിൽ നോക്കുവാണെങ്കില് നിരവധി കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ദ്വീപുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ട്രക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാ. പ്രായമായവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. അത് നിങ്ങൾക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എന്തായാലും മനസ്സിലാവും. എനിക്കിവിടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് നമ്മളിപ്പോൾ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴത്തേക്കും ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ട്രീ ഹട്ട് ഉണ്ടാവും. ഈ ട്രീ ഹട്ടിൽ നിന്ന് നമ്മൾ കയറി നോക്കുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. അത് നമുക്ക് ഓരോ ട്രീ ഹട്ടിൽ നിന്ന് കിട്ടുന്ന വ്യൂസും വ്യത്യസ്തമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ലൊരു ഫീലാട്ടോ. അപ്പം നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഉണ്ടേ. പിന്നെ ഇപ്പൊ ഇവിടെ നദിയില് വെള്ളം തീരെ കുറവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനും എൻജോയ് ചെയ്യാനും കുളിക്കാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഗാർഡ്സ് ഉണ്ട്. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ ഒക്കെ അനുസരിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇവർ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഈ നടന്നു പോകുന്ന ഇപ്പൊ വഴിയുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇതിൽ കൂടെ നടക്കാൻ പറ്റും. പക്ഷെ മൺസൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഈ നദി കരകവിഞ്ഞൊഴുകിയിട്ട് കംപ്ലീറ്റ് വെള്ളമായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്കൊന്നും എൻട്രി ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇവിടുന്ന് ഉള്ളിലേക്ക് പോകുന്തോറും കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവും. അതിന് കുറുകെ ഒരു പാലം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പാലം കിടന്ന് അപ്പുറത്ത് പോകാൻ വേണ്ടി പറ്റും. അവിടെ ഒരു കാടിന്റെ പ്രതീതിയായിരിക്കും. നമ്മൾ അതിൽ കൂടെ കുറച്ച് നേരം നടന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാവും. എല്ലാത്തിനെയും ക്രോസ് ചെയ്യാനായിട്ട് ഓരോ പാലം ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ടയേർഡ് ആകുവാണെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയാസും അവിടെ ഉണ്ട് കേട്ടോ. ഇതുപോലെ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, അതുപോലെ തന്നെ ട്രീ ഹട്ട് ഉണ്ട്. ട്രീ ഹട്ടിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം. താഴെയായിട്ട് എന്താ ഈ മരത്തിന്റെ ചില്ലകളൊക്കെ കൊണ്ടിട്ട് അവർ ഓരോ ബെഞ്ചുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഊഞ്ഞാലുകളുണ്ട്. ഇപ്പൊ കുഞ്ഞു പിള്ളേർ വരുവാണെങ്കിലും അവർക്കും ബോറടിക്കത്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ഒരു ട്രക്കിങ്ങിനെക്കാട്ടി ഉപരി നമുക്കൊരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്കിപ്പോൾ ഞാനത് പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ വന്ന് നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ എത്രത്തോളം എൻജോയ് ചെയ്തൊരു ട്രക്കിംഗ് എൻ്റെ ലൈഫിൽ വേറെ ഉണ്ടാവത്തില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് വന്നു നോക്കൂ കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ഒരു സ്പോട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.